അടിപൊളി. സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി. നല്ല നല്ല പടം. ഡൂഡ് കലക്കി. പാപ്പ പൊളി. സൂപ്പറാണ് സൂപ്പറാണ്. അടിപൊളി 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 സിനിമ. അടിപൊളി സിനിമ. കഴിഞ്ഞപ്പോ വിഷമായി, തീർന്നപ്പോ അയ്യോന്നായിപ്പോയി. കണ്ണാണുള്ള ഏട്ടാ കണ്ടിട്ട് എല്ലാരും പോയാൽ മതി. അതേ ഷാജി ബാബൻ തൂക്കി എല്ലാം നല്ല കോമഡിയും ഫൈറ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നത്. നല്ല പടം, എല്ലാവരും പോയി കാണണം. സീൻ പടമാണ്. ചേട്ടാ ഈ പടം അടിപൊളിയായിരുന്നു. ഫിലിമിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. കോമഡി ഉണ്ടായിരുന്നു, ആക്ഷൻ ഉണ്ടായിരുന്നു, അതിനകത്ത് ടൈം ട്രാവൽ ഉണ്ടായിരുന്നു, ഫാൻറ്റസി. അപ്പോൾ എല്ലാം അടിപൊളി ഫിലിമായിരുന്നു. ഓവറോൾ ഫിലിം നല്ല ഫിലിമായിരുന്നു. കാണാനുള്ളവർ ഫസ്റ്റും സെക്കൻഡും വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാം റെഫറൻസ് എല്ലാം മനസ്സിലാവും. നല്ല ഫിലിമായിരുന്നു. ഷാജി പാപ്പനും പിള്ളേർ ഈ പ്രാവശ്യം അടിപൊളി ആക്ടിങ് ആയിരുന്നു. നല്ല ഫിലിമായിരുന്നു, അടിപൊളി ഫിലിമായിരുന്നു. ഓ ഡൂഡും ബാക്കി ഡൂഡ് ഷാജി പാപ്പനാണ് ഫിലിം തൂക്കിയത്. ആ അടിപൊളി ഫിലിമായിരുന്നു. ഓളായിരുന്നു ഫുൾ തിയേറ്റർ. ആ കോമഡി ഒക്കെ നല്ല കോമഡി ആയിരുന്നു. ഫാൻറ്റസി എന്ന് പറഞ്ഞ ഫിലിം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് ഡയറക്ടറെ ക്രെഡിറ്റ് കൊടുക്കാം. മിഥുൻ മാനുവൽ തോമസ് ഈക്വലായിട്ട് രണ്ടും ടൈം ലൈൻ കാണിച്ചത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അവർ ഹിന്റൊന്നും തന്നിട്ടില്ല, പക്ഷേ ഒരു അവസാനം ഒരു ഇതുണ്ട്, പക്ഷേ ഉറപ്പിക്കാൻ പറ്റത്തില്ല. ആ നല്ലതായിരുന്നു. കുഴപ്പമില്ല. കോമഡി ചിലർക്ക് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്, ചിലർക്ക് വർക്കൗട്ട് ആയിട്ടില്ല. സ്ക്രിപ്റ്റ് കുറച്ച് മോശമാണ്. എന്തായാലും പ്രൊഡ്യൂസറിന് മുതലാക്കി കാശ് കിട്ടും, അതിന് സംശയമില്ല. പിന്നെ ഷാജി പപ്പനായിട്ട് ജയിച്ചൂരാണ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മെയിൻ ആക്ടിങ്ങൊക്കെ റോൾ ചെയ്ത് സമ്മതിക്കണം. പിന്നെ ഷൈജു കുറുപ്പ് ധർമ്മജനാണ് ചെയ്തിട്ടുണ്ട്. സണ്ണി മീൻ മാത്രം കുറച്ച് വെറുപ്പിക്കും തോന്നി. അപ്പോൾ അത് മൊത്തത്തിലൊരു ആവറേജ് എപ്പോൾ അവരുടെ ഇടയില്ല. പ്രത്യേകം ലോജിക്കൊന്നുമില്ല. ഞാൻ തിയേറ്ററിൽ കാണാം, ഒരാണ് കണ്ടിരിക്കുക. ഏറ്റവും അടിപൊളി സെക്കൻഡാണ് ഇത്. ആദ്യം അതിനെ സ്ത്രീയാണ്, പിന്നെ ഫസ്റ്റ്. ഷാജി പാപ്പൻ എന്താണ് ചെയ്തിട്ടുണ്ട്? പുള്ളി നന്നായി ചെയ്യേണ്ടത്. സാധാരണ നായകന്മാർ ഇങ്ങനത്തെ പ്രശ്നം ചെയ്യില്ല. ഒരു കോമാളിയായിട്ട് കുറച്ച് കോമാളി ചെയ്യാൻ സമ്മതിക്കണം, ജയിച്ചൊരു സമ്മതിക്കണം. മൊത്തത്തിൽ കുഴപ്പമില്ല, കണ്ടിരിക്കാം. അങ്ങനെ ഷൈജി കുറുപ്പ് അണയിച്ചിട്ടുണ്ട്, ധർമ്മജൻ അണയിച്ചിട്ടുണ്ട്, അവർ നന്നായിച്ചിട്ടുണ്ട്. യാതൊരു സംശയവും. പിന്നെ ആട് അണയിച്ചിട്ടുണ്ട്, ആടുണ്ട്. എല്ലാം കൊണ്ട് കണ്ടിരിക്കാം. ഫാൻറ്റസിയും ടൈം ട്രാവലും മലയാളം ശരി അങ്ങനെ അത് വരാത്തതാണ്. പക്ഷേ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കോമഡി ചിലർക്ക് വർക്കൗട്ടായി, ചിലർക്ക് വർക്കൗട്ടായില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ കുറവാണ്. ആ ടൈം ട്രാവലും ഇതും കുഴപ്പമില്ല, നന്നായി ചെയ്യുന്നു. അത് തന്നെ വർക്ക് ചെയ്യില്ല, അത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. സാധാരണ ഇങ്ങനത്തെ മൂവീസ് ആണ് കോംപ്ലിക്കേറ്റഡായി. അത് നല്ലതാണ്. കോസ്റ്റ്യൂം അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഷാജി പാപ്പൻ അനേജ് ചെയ്തിട്ടുണ്ട്, ഷാജി പാപ്പൻ ജയിച്ചൂർ അനേജ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് സണ്ണിമേൻ്റെ മാത്രം ഇഷ്ടപ്പെട്ടു, കുറച്ച് വെറുപ്പിക്കാൻ തോന്നി. കാരണം മൊത്തത്തിൽ ഒരു ആവറേജിൻ്റെ ഇടയിലാണ് കണ്ടിരിക്കാം. ഹോളിവുഡിലെ ആക്ടേഴ്സിൻ്റെ അപ്പിയറൻസ് ശരിയായില്ല, പക്ഷെ അഭിനയം നന്നായി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കാം, കുഴപ്പമില്ല. അപ്പുറം മോശമൊന്നും പടം ആവറേജ് എബോവിൻ്റെ ഇടയില്ല. എന്നാലും പ്രൊഡ്യൂസറിന് മുതലാക്കി കാശ് കിട്ടും. ഇനി 4-ാം ഭാഗം 5-ാം ഭാഗം എന്തെങ്കിലും വരും.